വെറുക്കാൻ വിസമ്മതിച്ച ഒരു ഹൃദയം. ആളുകൾ നിറഞ്ഞ ഒരു വീട്ടിലാണ് ഹന്ന വളർന്നത്. എന്നാൽ പെട്ടെന്ന് അവളുടെ മാതാപിതാക്കൾ മരിച്ചു. അവൾക്ക് അവളുടെ ബന്ധുക്കൾക്കൊപ്പം താമസിക്കാൻ പോകേണ്ടി വന്നു. അവർ മറ്റുള്ളവരുടെ മുൻപിൽ അവളോട് സ്നേഹത്തോടെ സംസാരിച്ചു, ചിരിച്ചും പ്രശംസിച്ചും അവളെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പെൺകുട്ടി എന്ന് പോലും വിളിച്ചു. എന്നാൽ അടഞ്ഞ വാതിലുകൾക്ക് പിൻപിൽ കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. അവളുടെ കസിൻസ് അവളെ അവഗണിച്ചു. അവളുടെ അമ്മായി ചെറിയ കാര്യങ്ങൾക്ക് പോലും അവളെ കുറ്റപ്പെടുത്തി. ചിലപ്പോൾ അവൾക്ക് കുറഞ്ഞ ഭക്ഷണം നൽകി, മറ്റു ചിലപ്പോൾ വീട്ടുജോലികൾ ചെയ്യാൻ ആവശ്യപ്പെട്ട് അവളുടെ പഠനത്തെ തടസ്സപ്പെടുത്തി. അവളെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ അല്ല പരിഗണിച്ചിരുന്നത്. എന്നിട്ടും മറ്റുള്ളവരുടെ മുൻപിൽ അവർ അഭിമാനത്തോടെ പറയും, അവൾ ഞങ്ങളുടെ സ്വന്തം മകളാണെന്ന്. ഹന്നയ്ക്ക് അത് അനുഭവിക്കാൻ കഴിഞ്ഞു. ആ അകലം, ആ തണുപ്പൻ മട്ട്, ആ മറഞ്ഞു കിടക്കുന്ന വെറുപ്പ്. പല രാത്രികളും അവൾ നിശബ്ദമായി കരഞ്ഞുകൊണ്ട് ചിന്തിച്ചു, എന്തിനാണ് എന്നെ നോക്കി അവർ ചിരിക്കുന്നത്? എന്തിനാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? എന്നാൽ ആ വീട്ടിൽ മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തമായ ഒരു ആൾ ഉണ്ടായിരുന്നു, അവളുടെ മുത്തശ്ശി. ഹന്നയ്ക്ക് അസ്വസ്ഥതയോ നിരാശയോ തോന്നുമ്പോഴെല്ലാം, കാര്യങ്ങൾ അന്യായമാണെങ്കിൽ പോലും അവൾ ഒരിക്കലും തിരിച്ചു മറുപടി പറയുകയോ അനാദരവോടെ സംസാരിക്കുകയോ ചെയ്തില്ല. പകരം അവൾ മിണ്ടാതെ പോയി തന്റെ മുത്തശ്ശിയോടൊപ്പം സമയം ചിലവഴിക്കും. ഒരു സായാഹ്നത്തിൽ ഹന്നയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞപ്പോൾ അവളുടെ മുത്തശ്ശി വന്ന് അവളുടെ അരികിൽ ഇരുന്നു. പതുക്കെ ബൈബിൾ തുറന്ന് വായിച്ചു. ശത്രുക്കൾ തങ്ങളുടെ ചുണ്ടുകൾ കൊണ്ട് വേഷം മാറുന്നു, എന്നാൽ അവരുടെ ഹൃദയത്തിൽ അവർ വഞ്ചന സൂക്ഷിക്കുന്നു. പിന്നെ അവർ മൃദുവായി പറഞ്ഞു, അവരുടെ ഹൃദയങ്ങൾ നിന്റെ ഹൃദയത്തെ മാറ്റാൻ അനുവദിക്കരുത്. നീയായി തന്നെ സത്യസന്ധമായിരിക്കുക. ഹന്ന ആ വാക്കുകൾ മുറുകെ പിടിച്ചു. അവൾ മനസ്സിലാക്കി താൻ അനുഭവിക്കുന്നത് യാഥാർത്ഥ്യമാണെന്ന്. എന്നാൽ അവൾ ഒരു നിശബ്ദ തീരുമാനമെടുത്തു. അവരുടെ ഉള്ളിലെ ആ വെറുപ്പ് എനിക്കുള്ളിൽ വളരാൻ ഞാൻ അനുവദിക്കുകയില്ല. വർഷങ്ങൾ കടന്നുപോയി. ഹന്ന കഠിനമായി പഠിച്ചു, പാർട്ട് ടൈം ജോലി ചെയ്തു. പതുക്കെ സുസ്ഥിരമായ ഒരു കരിയർ കെട്ടിപ്പടുത്തി. ജീവിതം അവൾക്കായി മാറാൻ തുടങ്ങി. പിന്നീട് അപ്രതീക്ഷിതമായ ഒരു കാലം വന്നു. അവളുടെ കസിന്റെ ബിസിനസ് പരാജയപ്പെട്ടു. ഹന്നയുടെ അമ്മായിക്ക് അസുഖം ബാധിച്ചു. ഒരിക്കൽ അവളെ അവഗണിച്ച അതേ കുടുംബം ഇപ്പോൾ കഷ്ടപ്പെടുകയാണ്. അവൾക്ക് ചുറ്റുമുള്ള ആളുകൾ പറഞ്ഞു, ഇപ്പോൾ നിനക്ക് അവരെ അവഗണിക്കാം, അവർക്കത് തന്നെയാണ് വേണ്ടത്. പക്ഷേ ഹന്ന തന്റെ തീരുമാനവും തന്റെ മുത്തശ്ശിയുടെ വാക്കുകളും ഓർത്തു. നമ്മെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുകയും നമ്മെ വെറുക്കുന്നവരെ സ്നേഹിക്കാതെ ഇരിക്കുകയും ചെയ്താൽ എന്ത് പ്രയോജനം? അവൾ അവരെ സന്ദർശിച്ചു, ആശുപത്രി ബില്ലുകളിൽ സഹായിച്ചു, ജോലി കണ്ടെത്താൻ തന്റെ കസിനെ സഹായിച്ചു. അവർ സ്നേഹത്തോടെ സംസാരിച്ചു. വ്യാജമായ സ്നേഹമല്ല, യഥാർത്ഥമായ കരുതൽ. അവളുടെ ബന്ധുക്കൾ ഞെട്ടിപ്പോയി. ഒരു സായാഹ്നത്തിൽ ഒരിക്കൽ വളരെ പരുഷമായി പെരുമാറിയിരുന്ന അവളുടെ അമ്മായി അവളുടെ കൈ പിടിച്ച് കണ്ണീരോടെ പറഞ്ഞു, ഞങ്ങൾ നിന്നോട് ശരിയായി പെരുമാറിയില്ല, എന്നിട്ടും നീ ഞങ്ങളെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. അന്ന മൃദുവായി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, എന്നെ വേദനിപ്പിച്ചവരെ പോലെ എൻ്റെ ഹൃദയവും മാറാൻ ഞാൻ ആഗ്രഹിച്ചില്ല. പാഠം: മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു എന്നത് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് വളരുന്നു എന്ന് നിങ്ങൾക്ക് നിയന്ത്രിക്കാനാകും. മറഞ്ഞിരിക്കുന്ന വെറുപ്പിനേക്കാൾ സ്നേഹം തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും വലിയ വിജയം. ശത്രുക്കൾ തങ്ങളുടെ ചുണ്ടുകൾ കൊണ്ട് വേഷം മാറുന്നു, എന്നാൽ അവരുടെ ഹൃദയത്തിൽ അവർ വഞ്ചന സൂക്ഷിക്കുന്നു.